പഴകിയ ബ്രെഡ് ഉപയോഗിച്ച ഭക്ഷണം പാചകം ചെയ്യുന്നതായി പരാതി ലഭിച്ച ഭക്ഷ്യ സംസ്കരണ യൂണിറ്റിൽ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ റെയ്ഡ്. കോഴിക്കോട് പയ്യോളി ഷെറിൻ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റിലാണ് പരിശോധന. ബ്രെഡ് ഉൾപ്പെടെ പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഇവിടെ നിന്നും പിടിച്ചെടുത്തു. ഷെറിൻ ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നമ്മളൊരു പരിശോധനയ്ക്ക് വന്നതായിരുന്നു. അപ്പോൾ ആ സമയം നമ്മളോട് കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പൂപ്പലിൻ്റെ സ്മെല്ല് വന്ന് അകത്ത് കയറി നോക്കുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ പൂപ്പലുള്ള ബ്രെഡ്, പിന്നെ കേക്കുകൾ, പയ്യോളി മിക്സ്ചർ, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്ന്, ഈവൻ കണ്ണൂർ, കോഴിക്കോട്, പിന്നെ പല പല സ്റ്റേറ്റുകളിൽ നിന്ന് വരെ ഉള്ള ബേക്കറി പ്രൊഡക്ട്സ് അത്രയും ഫംഗസ് വന്നത് ഇവിടെ സൂക്ഷിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോൾ ഇവർ ആനിമൽസിൻ്റെ പിന്നെ ഇവരിത് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് വിൽക്കാനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബ്രെഡ് ക്രംസിൻ്റെ വലിയ വലിയ ചാക്കുകൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ അപ്പുറത്തെ റൂമിൽ നിന്ന് കുറേ ലേഡീസ് ഇത് പ്രോസസ്സ് ചെയ്യാണ്. ഇതിൻ്റെ പാക്കുകളെല്ലാം പൊട്ടിച്ചിട്ട് ഇത് വലിയ വലിയ വീപ്പകളിലാക്കിയിട്ട് ഇത് പിന്നീട് ഇവിടെ കാണുന്ന ഈ ഓവനിൽ ചൂടാക്കി പിന്നീട് അതിനെ പൊടിച്ച് ഇതിനെ ചാക്കുകളിലാക്കിയിട്ട് ഇത് കട്ട്ലേറ്റിനുള്ള ബ്രെഡ് ക്രംസ്, അതുപോലെ റസ്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് വിൽക്കുന്നതായിട്ടാണ് കണ്ടത്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും അനഘ ഹർഷൻ. അനഘ, മനുഷ്യൻ എങ്ങനെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കും? അനഘ, വളരെ ഗുരുതരമായൊരു സംഭവമാണല്ലോ അവിടെ ഉണ്ടായിരിക്കുന്നത്. എത്ര നാളായി ഈ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നു? ഇതുവരെയും ഫുഡ് സേഫ്റ്റിയുടെ പരിശോധനയൊന്നും അവിടെ ഉണ്ടായില്ലേ അനഘ? ഒപ്പം ഇവിടെ നിന്നും ഇത് കഴിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അശ്വതി, അല്പം മുൻപാണ് ഫുഡ് സേഫ്റ്റി അധികൃതർ കോഴിക്കോട് പയ്യോളിയിലുള്ള ഭക്ഷണ സംസ്കരണ കേന്ദ്രത്തിൽ ഒരു പരിശോധന നടക്കുന്നത്. ഈ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് ഒരു പരാതി ലഭിച്ചിരുന്നു. അതായത് ഈ പയ്യോളിയിലുള്ള ഷെറിൻ എന്ന് പറയുന്ന ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന, വിതരണം ചെയ്യുന്ന സംസ്കരണ കേന്ദ്രത്തിൽ പഴകിയ വസ്തുക്കൾ എത്തുന്നുണ്ട് എന്നുള്ളൊരു പരാതി ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ ഭക്ഷണ സംസ്കരണ കേന്ദ്രത്തിലെത്തി പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഏറ്റവും പഴകിയ ഭക്ഷണ വസ്തുക്കളാണ് അവിടെ ഉണ്ടായിരുന്നത്. പൂപ്പൽ പിടിച്ച്, അതായത് ഏതെങ്കിലും തരത്തിലൊരു മനുഷ്യൻ ആ ബ്രെഡ് കഴിക്കുകയാണെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ചാക്ക് കണക്കിന് ഈ ഫാക്ടറി യൂണിറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഈ ഫുഡ് സേഫ്റ്റി അധികൃതർ അവിടെ നിന്ന് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫാക്ടറി അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം, അതായത് ഇത് മൃഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് തങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ പോലും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്, അതായത് ഈ ഭക്ഷണ സാധനങ്ങൾ മൃഗങ്ങൾക്ക് കൊടുക്കുന്നതും ഒന്നും തന്നെ ഒരേ ഇടത്ത് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കില്ല. മറ്റൊന്ന്, ഇത്രയും പഴകിയ അതുപോലെ തന്നെ പൂപ്പലായിട്ടുള്ള ബ്രെഡും മറ്റുമൊക്കെ തന്നെ അത് മൃഗങ്ങൾക്ക് കൊടുത്താൽ അവർക്കും അവരിലൂടെ, അതായത് ഈ പശുവാണ് ഈ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതിന്റെ പാൽ കുടിക്കുന്നതിലൂടെ മനുഷ്യനും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത്തരത്തിലുള്ള പൂപ്പൽ പിടിച്ച ബ്രെഡ് അടക്കമുള്ള വസ്തുക്കൾ അത് നശിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അങ്ങനെ നശിപ്പിക്കേണ്ട ഭക്ഷണ വസ്തുക്കളാണ് ഈ ഷെറിൻ ഫുഡ് പ്രൊഡക്റ്റ് കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതും. അത് ബ്രെഡും ഈ കട്ട്ലേറ്റും അതുപോലെ തന്നെ ഈ റസ്കും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മറ്റ് കോഴിക്കോട്ടെ വിവിധ കടകളിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള ഗുരുതര കണ്ടെത്തലുകളാണ് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇത് അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇനി ഒരു കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം മാത്രമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. ഇത് ലൈസൻസ് ഒക്കെ ഉള്ള സ്ഥാപനം തന്നെയാണോ? എത്ര നാളായി ഈ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നു? ഇതുവരെയും ഇതാദ്യമായാണോ ഫുഡ് സേഫ്റ്റി അവിടെ ഒരു പരിശോധനയ്ക്ക് എത്തുന്നത്? അതോ ഇതിന് മുൻപും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരൊക്കെ പരിശോധനയ്ക്ക് എത്തിയോ? അതിനുശേഷം തന്നെയാണോ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്? അനഘ, ഇത് പുതുതായി തുടങ്ങിയ ഒരു സ്ഥാപനമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ ആദ്യമായാണ് ഈ ഫാക്ടറിയിൽ പരിശോധന നടത്തുന്നത്. അത് പ്രദേശത്തെ ഒരാൾ നൽകിയ പരാതിയിൽ തന്നെയാണ് ഈ പരിശോധന എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർക്ക് ഈ ഫാക്ടറിയിൽ നിന്ന് ആ പരിസരത്തു കൂടെയൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു വൃത്തിഹീനമായ ഒരു മണം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വ്യക്തമാണ്. പഴകിയ ബ്രെഡ് ഉപയോഗിച്ച ഭക്ഷണം പാചകം ചെയ്യുന്നതായി പരാതി ലഭിച്ച ഭക്ഷ്യ സംസ്കരണ യൂണിറ്റിലാണ് ഈ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് നടന്നത്. ഈ റെയ്ഡിൽ ഗുരുതരമായ കാര്യങ്ങളാണ് കണ്ടെത്തിയത്. മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു ഭക്ഷ്യ സംസ്കരണ കേന്ദ്രമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കാതെ പൂപ്പലുള്ള ഭക്ഷണ വസ്തുക്കളാണ് ഇപ്പോഴും വിതരണം ചെയ്യുന്നത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അനഘ ഹർഷൻ പ്രേക്ഷകർക്കായി പങ്കുവച്ച വിവരം.